ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഓറഞ്ച് മൂസ് കേക്കാണ്. ഇത് ഞാൻ മാംഗോ കേക്ക് ഇട്ട സമയത്ത് ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്പഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്, ഇതിന് ബേസായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 എഗ്ഗിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാരയും അതുപോലെ ഒരു അര ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. നന്നായി ഫ്ലഫി ആയിട്ട് ലൈറ്റായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ എഗ്ഗിനാണ് ഞാൻ അര കപ്പ് മൈദ ചേർത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി ഫോൾഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുൻപായിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിയിലൊരു പാത്രം അല്ലെങ്കിൽ ഒരു ടിന്നോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം, കുക്കറോ അല്ലെങ്കിൽ പാനോ എന്തായാലും അത് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയിലൊരു തട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ വെച്ച് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളെ കേക്കിൻ്റെ അടിവശം വല്ലാണ്ട് കരിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ മൊരിഞ്ഞ് വരുന്നതൊക്കെ ഒഴിവായിട്ട് കിട്ടും. അതുപോലെ തന്നെ സൈഡൊന്നും അത്ര അങ്ങ് മൊരിഞ്ഞ് വരില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റിൻ്റെ ഉള്ളിൽ കേക്ക് ബേക്കായിട്ട് വരും. അപ്പോൾ ഇവിടെ കേക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്ക് ഒരു 1-1.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ബേസ് മതി. അപ്പോൾ അത്രയും ബാറ്റർ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിനനുസരിച്ച് വേണം നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ നല്ല കട്ടിയുള്ള കേക്കാണെങ്കിൽ ഒന്ന് മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1-1.5 സെൻറ്റിമീറ്റർ ആക്കി മാറ്റിയാൽ മതി. ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് നനച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ അര കപ്പ് ഓറഞ്ച് ജ്യൂസിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് ഞാൻ ഈ കേക്ക് മുഴുവനായിട്ടൊന്ന് നനച്ചെടുക്കുകയാണ്. എല്ലാ വശത്തും ഒന്ന് നന്നായി തന്നെ നനച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ള ഫസ്റ്റ് ലെയർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ അര കപ്പ് ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രീം ചീസിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം ക്രീം ചീസ് തന്നെയാണിത്. ഇതിനകത്തേക്ക് ഇനി ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ സ്മൂത്തായിട്ട് വരും ഇതൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ അര കപ്പ് പ്ലെയിൻ യോഗട്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പ്ഡ് ക്രീമാണ് ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീം അല്ല, നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണിത്. അപ്പം വിപ്പ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വിപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വിപ്പ് ചെയ്തതിന് ശേഷം 1 കപ്പ് ഉണ്ടായാൽ മതി. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കേക്ക് മോൾഡാണ്, ഒരു സ്പ്രിംഗ് ഫോം മോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ചിലപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതൊന്ന് ഒരു ക്ലിങ് ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിനകത്താണോ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിലുള്ളൊരു ടിന്നൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പൊടിയൊക്കെ അരിക്കാനായിട്ട് എടുക്കുന്ന അരിപ്പയുടെ ആ തട്ടെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. അങ്ങനെയുള്ള ഒരു ഇതെടുത്തിട്ട് അതിൻ്റെ അടിയിലൊരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്ലിങ് ഫോയിൽ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് ലെയർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബബിൾസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് 2 മുതൽ 3 മണിക്കൂർ വരെ ഒന്ന് സെറ്റായി കിട്ടുന്നത് വരെ ഫ്രീസറിൽ വെച്ചെടുക്കണം. ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാലേ ഇത് ശരിക്കും അങ്ങ് സെറ്റായിട്ട് വരികയുള്ളൂ. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ ജലാറ്റിനാണിത്. ഇത് ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലീഫ് ജലാറ്റിലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അഗാർ അഗാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ്. ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള നെക്സ്റ്റ് ലെയർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ജ്യൂസാണിത്, ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. അതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ജലാറ്റിനും ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ജലാറ്റിനും മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതല്ല വെള്ളം തിളയ്ക്കാനും പാടില്ല. ആദ്യമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് അതിനകത്ത് വെച്ച് ഇളം ചൂടായി വരുമ്പോഴേക്കും വെള്ളം ഒന്ന് ഇളം ചൂടായി വരുന്ന സമയത്തേക്ക് ജലാറ്റിന് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടും. ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ജ്യൂസും തിളച്ച് കിട്ടും. ജ്യൂസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക, ജലാറ്റിൻ്റെത് വളരെ കുറച്ചും വെച്ച് കൊടുക്കുക. ജലാറ്റിൻ ഒരിക്കലും തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്. ജലാറ്റിൻ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റായിട്ട് ജ്യൂസിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ജ്യൂസ് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പം ജ്യൂസ് നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെക്കൻഡ് ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഒരു കേക്കിൻ്റെ ബേസ് വെച്ചു. സെക്കൻഡ് ലെയറായിട്ട് ചീസും വിപ്ഡ് ക്രീമും കൂടെ ഉള്ള ഒരു ഒരു ലെയർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഓറഞ്ചിൻ്റെ ജെല്ലിയുടെ ലെയർ വെക്കുകയാണ്. അപ്പോൾ ഇനി ഇതും അതുപോലെ തന്നെ ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വെടുത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ മുകളിലുള്ളത് ജെല്ലിയാണ്. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് മറിഞ്ഞ് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വളരെ കെയറായിട്ട് ഡിമോൾഡ് ചെയ്യാം. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. വളരെ എളുപ്പമാണ്, അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാനിപ്പം ഉപയോഗിച്ച ജലാറ്റിന് പകരം നിങ്ങൾക്ക് അഗാർ അഗാറോ അതല്ലെങ്കിൽ ലീഫ് ജലാറ്റിനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളെ താല്പര്യം. പിന്നെ ഈ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ജെല്ലിയുടെ ലെയർ മിഡിലായിട്ട് വെച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും ചീസും വെച്ചിട്ടുള്ള ലെയർ മുകളിലാക്കി അങ്ങനെ വേണേൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരല്പം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് അലങ്കരിച്ചൊക്കെ കൊടുക്കാം. ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.